വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. എല്ലാവരുടെയും പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു പുതിയ മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ഫുൾ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് മുഴുവനായിട്ട് കണ്ടു തീർക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ MCQs ഞാൻ MCQs അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ സോളിഡ് എർത്ത് ജിയോഫിസിക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു മൊഡ്യൂളിൻ്റെ ടോട്ടൽ മാർക്ക് വെയിറ്റേജ് എന്ന് പറയുന്നത് 14 മാർക്സ് ആണ്. ഈ ഒരു മൊഡ്യൂളിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ എർത്ത്, ഇൻ്റർനാഷണൽ ഗ്രാവിറ്റി ഫോർമുല ആൻഡ് റൊട്ടേഷൻ ഓഫ് ദ എർത്ത്, കൺസെപ്റ്റ് ഓഫ് ഐസോസ്റ്റസി, എയറി, ഹെയ്സ്കൻ ആൻഡ് പ്രാറ്റ് ഹൈഫോർഡ് ഹൈപ്പോത്തസിസ്. ഇത്രയാണ് ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് എർത്ത് എന്നുള്ള ഒരു സെക്ഷനാണ്. ഈ ഒരു സെക്ഷനിൽ എങ്ങനെയാണ് നമ്മൾ എർത്ത് സൈസ് എസ്റ്റിമേറ്റ് ചെയ്തത്, അതിന് മുമ്പിൽ സയൻറ്റിസ്റ്റ് എന്തൊക്കെ ഇൻസൈറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഫസ്റ്റ് ടോപ്പിക് എർത്ത് സൈസ്. Early speculation about the Earth's size and shape. In ancient civilization, the Earth's size and shape were largely speculative due to നമുക്കറിയാം ഏർലിയസ്റ്റ് ആൻഷ്യൻറ്റ് സിവിലൈസേഷൻ ടൈംസിലൊക്കെ നമുക്ക് ട്രാവൽ ക്യാപ്പബിലിറ്റീസ് ഒക്കെ ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ ഒബ്സർവേഷൻ ടൂൾസ് എന്ന് പറയുന്നത് നമ്മൾ പ്രിമിറ്റീവായിട്ട് യൂസ് ചെയ്ത ഒബ്സർവേഷൻ ടൂൾസാണ് യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. അപ്പം അതിന് ശേഷം വന്ന നമ്മൾ കോൺവെക്സ് സർഫസ് യൂസ് ചെയ്തിട്ട് സൺസ് റേസ് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത്. ഒബ്സർവേഷൻ ഹിൻഡിങ് അറ്റ് എ കോൺവെക്സ് സർഫസ്, സൺ റേസ് വിസിബിൾ ഓൺ മൗണ്ടൻ പീക്ക് ഈവൺ ആഫ്റ്റർ സൺസെറ്റ്. Observation hinting at convex curved surface, sun rays visible on mountain peaks even after sunset. Ships disappear, hull first over horizon. Earth's curved shadow during lunar eclipse. ഈ സെക്കൻഡ് ഒബ്സർവേഷൻ പറയുന്നത് നമ്മൾ എർത്തിനൊരു കേർവ്ഡ് നേച്ചർ ആണെന്നുള്ള മീനിങ്ങിലാണ് ഈ ഒരു പോയിൻറ്റ്സ് ഒക്കെ പറയുന്നത്. അപ്പം ഏർലിയർ ആൻഷ്യൻ സിവിലൈസേഷൻ ടൈമിൽ നമുക്ക് എന്താ ട്രാവൽ ക്യാപ്പബിലിറ്റീസ് ഒക്കെ ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്തത് പ്രിമിറ്റീവ് ഒബ്സർവേഷൻ ടൂൾസാണ്. അപ്പോൾ ഈ ഒരു ഒബ്സർവേഷനൊക്കെ, ഈ 3 ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു തീരുമാനത്തിലെത്തി എർത്ത് ഒരു കേർവ്ഡ് സർഫസ് ആണെന്ന് പറഞ്ഞു. ഇനി കുറച്ചും കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ മിത്തോളജിക്കലും അതുപോലെ തന്നെ ഫിലോസഫിക്കലായിട്ടുള്ള കൺസെപ്റ്റ്സും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്രീക്ക് മിത്തോളജി പ്രകാരം എർത്തിനെ ഒരു ഫ്ലാറ്റ് ഡിസ്ക് ആയിട്ടാണ് വ്യൂ ചെയ്തത്. അതിന് ചുറ്റും എന്താ ഓഷ്യാനസ് എന്ന് പറയുന്ന ഒരു റിവർ സറൗണ്ട് ചെയ്തു എന്നാണ് ഗ്രീക്ക് മിത്തോളജിയിൽ എർത്തിനെ പറ്റി പറയുന്നത്. അതിനുശേഷം അനാക്സിമാൻഡർ 6th സെഞ്ച്വറി BCയിൽ എർത്തിനെ ഡിസ്ക്രൈബ് ചെയ്തത് ഹെവൻസ് ആസ് എ സെലസ്റ്റിയൽ സ്ഫിയർ. ഡിസ്ക്രൈബ് ദ ഹെവൻസ് ആസ് എ സെലസ്റ്റിയൽ സ്ഫിയർ വിത്ത് എർത്ത് അറ്റ് സെൻറ്റർ. എർത്ത് സെൻറ്ററിലായിട്ടും അതിന് ചുറ്റുമുള്ള സെലസ്റ്റിയൽ സ്ഫിയർ എന്ന് പറയുന്നത് ഹെവൻ ആയിട്ടാണ് അനാക്സിമാൻഡർ ഡിസ്ക്രൈബ് ചെയ്തത്. ഇനി നമ്മൾ എർത്തിൻ്റെ ഫസ്റ്റ് സ്ഫെറിക്കൽ നേച്ചർ ആണെന്ന് പറഞ്ഞത് പൈത്തഗോറസ് ആണ്. പൈത്തഗോറസ് വാസ് ദ ഫസ്റ്റ് പ്രൊപ്പോസ് എർത്ത് വാസ് സ്ഫെറിക്കൽ. ഇത് 582 BCയിലാണ് പൈത്തഗോറസ് എർത്തിനൊരു സ്ഫെറിക്കൽ ഷേപ്പാണെന്ന് പ്രൊപ്പോസ് ചെയ്യുന്നത്. പൈത്തഗോറസ് പ്രൊപ്പോസ് ചെയ്ത സ്ഫെറിക്കൽ എർത്ത് മോഡലിനെ സപ്പോർട്ട് ചെയ്യാണ് അരിസ്റ്റോട്ടിൽ ചെയ്തത്. അരിസ്റ്റോട്ടിൽ സപ്പോർട്ടഡ് ദ സ്ഫെറിക്കൽ എർത്ത് മോഡൽ. അരിസ്റ്റോട്ടിൽ ആ ഒരു സ്ഫെറിക്കൽ എർത്ത് മോഡലിനെ സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ സില്ലോജിസം, ഒരു ലോജിക്കൽ റീസണിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് പറഞ്ഞു എർത്തിനൊരു സ്ഫെറിക്കൽ നേച്ചറാണെന്ന്. അരിസ്റ്റോട്ടലിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് സയൻറ്റിഫിക് റവല്യൂഷൻ 17th സെഞ്ച്വറിയിലെ ഒരു സയൻറ്റിഫിക് റവല്യൂഷൻ ആയിരുന്നു. ഇനി നെക്സ്റ്റ് ഫസ്റ്റ് സയൻറ്റിഫിക് എസ്റ്റിമേറ്റ് എന്നറിയപ്പെടുന്നത് എറാസ്റ്റോത്തനസിൻ്റെ ഫസ്റ്റ് സയൻറ്റിഫിക് എസ്റ്റിമേറ്റ് അബൌട്ട് എർത്ത് സൈസ് ആണ്. എറാസ്തനോസസ് സയൻറ്റിഫിക് എസ്റ്റിമേറ്റ്, ദ ഫസ്റ്റ് സയൻറ്റിഫിക് എസ്റ്റിമേറ്റ് ഓഫ് എർത്ത് സൈസ്.
ഇപ്പം ഇതിന് മുന്നേ ഉള്ള ഒബ്സർവേഷൻസിലൊക്കെ ഏർത്തിൻ്റെ ഷേപ്പിനെ പറ്റി മാത്രമാണ് പറഞ്ഞത്. അതിൻ്റെ സൈസ് എങ്ങനെയാണ്, അതിൻ്റെ സർക്കംഫറൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഡയമീറ്റർ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ റേഡിയസിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ അറിയില്ല. അപ്പോൾ ഫസ്റ്റ് സയൻറ്റിഫിക് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് എറാറ്റോസ്തനിസ് ആണ് ഫസ്റ്റ് സയൻറ്റിഫിക് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഒബ്സർവേഷൻ നടത്തിയത് അലക്സാൻഡ്രിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മൾ ചെയ്തത് സണ്ണിൻ്റെ റേസ് നൂൺ ടൈം, മിഡ് സമ്മറിൽ നൂൺ ടൈം ഡയറക്റ്റ്ലി നമുക്ക് വെല്ലിൻ്റെ അകത്ത് കാണാം. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒബ്സർവേഷൻസ്, ആ ഒരു ഷാഡോനെ ബേസ് ചെയ്തിട്ടാണ് അലക്സാൻഡ്രിയയിൽ ഈ ഒരു ഒബ്സർവേഷൻ നടത്തിയത്. ആ ഒരു സൺ റേസിൻ്റെ ഷാഡോ മെഷർ ചെയ്തിട്ടാണ് ഫസ്റ്റ് അലക്സാൻഡ്രിയയിൽ ആ ഒരു സൺ ഡയൽ 7.2 ഡിഗ്രിയിലാണ്, അതായത് 1/50 ഓഫ് എ സർക്കിളാണ് നമുക്ക് ആ ഒരു ഷാഡോയിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ആംഗിൾ എന്നാണ് എറാറ്റോസ്തനിസ് ഫസ്റ്റ് സയൻറ്റിഫിക് എസ്റ്റിമേറ്റ് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ഡിസ്റ്റൻസ് റഫ്ലി കാൽക്കുലേറ്റ് ചെയ്തത് ടോട്ടൽ സർക്കംഫറൻസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് 46,250 കിലോമീറ്റർ ആണ്. ഇതായിരുന്നു എറാസ്റ്റോതെനിസ് ഫസ്റ്റ് സയൻറ്റിഫിക് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു വാല്യൂ നമ്മുടെ മോഡേൺ വാല്യൂ ഓഫ് സർക്കംഫറൻസിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ക്ലോസർ ആയിട്ടുള്ള വാല്യൂ ആണ്. സയൻറ്റിഫിക് എസ്റ്റിമേറ്റിൽ ഒബ്സർവ് ചെയ്ത വാല്യൂ 46,250 കിലോമീറ്റർ ആണ്. മോഡേൺ വാല്യൂ കാൽക്കുലേറ്റ് ആയ അക്യുറേറ്റ് മോഡേൺ വാല്യൂ എന്ന് പറയുന്നത് 40,030 കിലോമീറ്റർ ആണ്. അതിനുശേഷം കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ ടെലിസ്കോപ്പിക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്തത് ജിയാൻ പൈക്കാർഡാണ്. ടെലിസ്കോപ്പ് യൂസ് ചെയ്ത് ആസ്ട്രോണമിക്കൽ ആൻഡ് ജിയോഡക്റ്റിക് സർവേസ് കണ്ടക്ട് ചെയ്തത് ജിയാൻ പൈക്കാർഡാണ്. ആ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ എർത്ത് റേഡിയസ് 6,372 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് കുറച്ചും കൂടി ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. മോഡേൺ ആക്സെപ്റ്റഡ് വാല്യൂ ഓഫ് എർത്ത് റേഡിയസ് എന്ന് പറയുന്നത് 6,371 കിലോമീറ്റർ ആണ്. ഈ ഒരു വാല്യൂ മോഡേൺ ആക്സെപ്റ്റഡ് വാല്യൂ ഓഫ് റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, 6,371 കിലോമീറ്റർ. അപ്പോൾ ഇത്രയാണ് എർത്തിൻ്റെ സൈസിനെ പറ്റി പറയാനുള്ളത്. ജസ്റ്റ് ആ ഒരു ഹിസ്റ്ററിയൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഫസ്റ്റ് ഏർലിയർ സ്പെക്കുലേഷൻസ്, ആൻഷ്യൻ സിവിലൈസേഷൻ ടൈമിലുണ്ടായ ഒബ്സർവേഷൻസ് പറഞ്ഞു, അതിനുശേഷം ഗ്രീക്ക് മിത്തോളജി പറഞ്ഞു, പിന്നെ അനാക്സിമാൻഡർ വന്നു, അതിനുശേഷം പൈതഗോറസിൻ്റെയും അരിസ്റ്റോട്ടും, അതിനുശേഷം ഫസ്റ്റ് സയൻറ്റിഫിക് എസ്റ്റിമേറ്റ്, ലേറ്റർ ജിയാൻ പൈക്കാർഡ്. ആ ഒരു വാല്യൂ ആണ് നമ്മൾ ഇപ്പം ആക്സെപ്റ്റ് ചെയ്ത വാല്യൂ ആയിട്ട് ക്ലോസറായിട്ട് നിൽക്കുന്നത്. ജിയാൻ പൈക്കാർഡിൻ്റെ വാല്യൂ ആണ്. അതൊരു സയൻറ്റിഫിക് എവല്യൂഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ജിയോഡക്റ്റിക് അക്യുറസി ടെലിസ്കോപ്പിക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വി ആർ സേയിങ് അബൌട്ട് ദ എർത്ത് ഷേപ്പ്. ഫസ്റ്റ് വി ഹാവ് സെറ്റ് അബൌട്ട് ദ സൈസ് ഓഫ് എർത്ത്, ദെൻ വി ഹാവ് ടു know the shape of earth. Gian Richer's pendulum observation. ജിയാൻ റിച്ചേഴ്സ് പെൻഡുലം ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, പെൻഡുലം യൂസ് ചെയ്തിട്ട് നമുക്ക് ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഇക്വേറ്ററിന് ക്ലോസർ ആയിട്ടുള്ള ഒരു സ്ഥലം ചൂസ് ചെയ്തു. അതാണ് കയന്നെ, പാരീസിലുള്ള കയന്നെ എന്ന് പറയുന്ന സ്ഥലമാണ് ഇക്വേറ്ററിന് ക്ലോസർ ആയിട്ടുള്ള ഒരു സ്ഥലം. ആ ഒരു സ്ഥലത്ത് നമ്മൾ പെൻഡുലം വെച്ച് ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഇൻക്രീസ് ചെയ്യുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ, ആ ഒരു നിയർ ഇക്വേറ്റർ ആയിട്ടുള്ള ആ ഒരു റീജിയണിൽ ഗ്രാവിറ്റി എന്ന് പറയുന്നത് വീക്കറാണ്. ടൈം പീരീഡ് കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് കുറവാണ്. ഇപ്പം ജിയാൻ റിച്ചേഴ്സ് പെൻഡുലം ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നിയർ ഇക്വേറ്റർ റീജിയണിലാണ്. ഇനി ന്യൂട്ടൺ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഇറ്റ്സ്
ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനെ ബേസ് ചെയ്തിട്ടാണ്. ലോസ് ഓഫ് മോഷനെയും അതുപോലെ തന്നെ ലോസ് ഓഫ് ഗ്രാവിറ്റേഷനെ ബേസ് ചെയ്തിട്ടാണ് ന്യൂട്ടൺ പറഞ്ഞത്. ന്യൂട്ടൻ്റെ അസംഷൻ പ്രകാരം എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഒബ്ലേറ്റ് എലിപ്സോയിഡ് ഷേപ്പാണ്. ഒബ്ലേറ്റ് എലിപ്സോയിഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒബ്ലേറ്റ് സ്ഫിറോയിഡ് എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ്. അത് ഒരു പെർഫെക്റ്റ് സ്ഫിയർ അല്ല, അതിൻ്റെ പോൾ റീജിയണിൽ അത് ഫ്ലാറ്റൻഡ് ആണ്, ഇക്വേറ്റർ റീജിയണിൽ ഒരു ബൾഡ് ഷേപ്പാണ്. അതുകൊണ്ടാണ് നമ്മളതിന് ഒബ്ലേറ്റ് സ്ഫിറോയിഡ് ഷേപ്പ് എന്ന് പറയുന്നത്. ഒബ്ലേറ്റ് സ്ഫിറോയിഡ് അല്ലെങ്കിൽ ഒബ്ലേറ്റ് എലിപ്സോയിഡ് ഷേപ്പാണ് എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് രണ്ട് പേരുടെ ജസ്റ്റ് ഒരു അസംഷൻസ് ആണ്. ലേറ്റർ നമ്മൾ ചൂസ് ചെയ്ത ഷേപ്പ് അല്ലെങ്കിൽ എർത്തിൻ്റെ അക്യുറേറ്റ് ഷേപ്പ് എന്ന് പറയുന്നത് ഒബ്ലേറ്റ് എലിപ്സോയിഡ് അല്ലെങ്കിൽ ഒബ്ലേറ്റ് സ്ഫിറോയിഡ് ഷേപ്പാണ്. At equator, centrifugal force opposes the gravity, reducing the effective gravity. And at poles, there is no centrifugal force and hence higher gravity.